ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സാമ്പത്തിക ക്രമക്കേടുകളും ധൂർത്തിന്റെ വിവരങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമലയുടെയും അയ്യപ്പന്റെയും പ്രാധാന്യം ലോകമെമ്പാടുമുള്ള വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യം അവകാശപ്പെട്ട ഈ സംഗമം യഥാർത്ഥത്തിൽ ആഡംബരത്തിന്റെ പ്രതീകമായി മാറിയോ എന്ന സംശയമാണ് ഉയരുന്നത്. പമ്പയിൽ നടന്ന പരിപാടിക്ക് വേണ്ടി നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ VIP പ്രതിനിധികൾ താമസം ഒരുക്കിയതും അതിനായി കോടിക്കണക്കിന് രൂപ ദേവസ്വം ഫണ്ടിൽ നിന്നും ചെലവഴിച്ചതുമാണ് വിവാദങ്ങളുടെ കാതൽ. ആഗോള അയ്യപ്പ സംഗമം നടന്നത് പമ്പയിലായിരുന്നിട്ടും അതിൽ പങ്കെടുത്ത VIP പ്രതിനിധികളെ താമസിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്തത് പ്രകൃതി രമണീയമായ കുമരകത്തെ ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളുമായിരുന്നു. സംഗമത്തിന്റെ പ്രധാന വേദിയിൽ നിന്ന് ഏറെ അകലെ ഇത്രയും അധികം ചെലവ് ചെയ്ത് ആഡംബര സൗകര്യങ്ങൾ ഒരുക്കിയത് എന്തിനാണെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. പുറത്തു വന്ന രേഖകൾ പ്രകാരം 4 പ്രമുഖ റിസോർട്ടുകൾക്കാണ് താമസ സൗകര്യങ്ങൾക്കായി ദേവസ്വം ഫണ്ടിൽ നിന്നും വൻതുക അഡ്വാൻസായി നൽകിയത്. കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് 8,31,600 രൂപ, താജ് കുമരകം റിസോർട്ടിന് 3,39,840 രൂപ, പാർക്ക് റിസോർട്ടിന് 80,000 രൂപ, KTDC ഗേറ്റ് റിസോർട്ടിന് 25,000 രൂപ. ഈ തുകകൾ അഡ്വാൻസ് മാത്രമാണ്. ബാക്കി വരുന്ന മുറി വാടകയും മറ്റ് ചെലവുകളും ദേവസ്വം ഫണ്ടിൽ നിന്നും നൽകുമെന്നും ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മുറിവാടക ഇനത്തിൽ മാത്രം ചെലവഴിച്ചു എന്നത് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്ന വൻ ധൂർത്തിന്റെ നേർസാക്ഷ്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. സംഗമത്തിൽ പങ്കെടുത്ത 4,500ഓളം പ്രതിനിധികൾക്ക് ഈ ആഡംബര സൗകര്യങ്ങൾ നൽകിയിട്ടില്ല. എങ്കിലും ഒരു വിഭാഗം VIP പ്രതിനിധികൾ ഈ നക്ഷത്ര ഹോട്ടലുകളിൽ തങ്ങിയിട്ടുണ്ടെന്ന വസ്തുത പുറത്തുവരുന്ന കണക്കുകൾ സ്ഥാപിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ യാതൊരു വേർതിരിവുമില്ലെന്നും VIPകളില്ലെന്നും സർക്കാർ ദേവസ്വം ബോർഡും ആവർത്തിച്ച് പ്രസ്താവിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച് ആഡംബര താമസം ഒരുക്കിയത്. ഭക്തജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിയിൽ ഒരു വിഭാഗം പ്രത്യേക പ്രതിനിധികൾക്ക് മാത്രം ആഡംബര സൗകര്യങ്ങൾ നൽകിയത് വിശ്വാസികൾക്കിടയിൽ വേർതിരിവ് സൃഷ്ടിച്ചു എന്ന വിമർശനവും ശക്തമാണ്. ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്ന 4,500 പ്രതിനിധികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഈ VIPകൾ ആരായിരുന്നു? അവരുടെ യാത്രാ ചെലവുകളും മറ്റേത് ഫണ്ടിൽ നിന്നാണ് വഹിച്ചതെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. സംഗമത്തിന്റെ ചെലവുകൾക്ക് സ്പോൺസർമാരാണ് പണം നൽകിയതെന്നായിരുന്നു സംഘാടകരുടെ ആദ്യ നിലപാട്. എന്നാൽ ദേവസ്വം ഫണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചെന്ന വിവരം പുറത്തു വരികയും ദേവസ്വം ബോർഡ് അംഗം അജികുമാർ ഇത് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തത് സ്ഥിതിഗതികൾ വഷളാക്കി. അജികുമാർ വ്യക്തമാക്കിയതനുസരിച്ച് 3 കോടി രൂപ അനുവദിച്ചത് ദേവസ്വം ബോർഡിന്റെ ബഡ്ജറ്റിൽ വിജിലൻസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന ഹെഡിന് കീഴിൽ വകയിരുത്തിയിട്ടുള്ള 5 കോടി രൂപയിൽ നിന്നാണ്. ഈ തുക ദേവസ്വം ഫണ്ടിൽ ഉൾപ്പെടുന്നതാണ്. ഈ വെളിപ്പെടുത്തലാണ് ഏറ്റവും വലിയ നിയമ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ദേവസ്വം ഫണ്ടിൽ നിന്ന് തുക എടുക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്ന സാഹചര്യത്തിലാണ് ഈ പണം ചെലവഴിച്ചിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ കോടതി അലക്ഷ്യമായി കണക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്തർ ക്ഷേത്ര ആവശ്യങ്ങൾക്കായി നൽകുന്ന പണം ഇത്രയും അധികം ദൂർത്തടിച്ച് ആഡംബര താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഉപയോഗിച്ചത് ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്നു. ബോർഡ് അംഗം അജികുമാറിന്റെ വിശദീകരണം സ്പോൺസർമാരുടെ ഫണ്ട് അക്കൗണ്ടിൽ എത്താനുള്ള കാലതാമസം ഒഴിവാക്കാൻ ഒരു താൽക്കാലിക ക്രമീകരണം എന്ന നിലയിലാണ് ഈ തുക ഉപയോഗിച്ചതെന്നാണ്. സ്പോൺസർഷിപ്പ് തുക ലഭിക്കുമ്പോൾ ഈ പണം ദേവസ്വം ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കുമെന്നും മിച്ചം വരുന്ന തുക ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം പറയുന്നു. ഇതൊരു വായ്പ പോലെയാണ് ഉപയോഗിച്ചതെന്ന് വരുത്തി തീർക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചു എന്ന ആരോപണത്തെ ദേവസ്വം ബോർഡ് ശക്തമായി നിഷേധിച്ചു. ബോർഡിന്റെ പ്രസ്താവനയിലെ പ്രധാന വിഷയങ്ങൾ ഇവയാണ്: ക്ഷേത്ര പുനരുദ്ധാരണത്തിനും മറ്റ് കർശന വ്യവസ്ഥകളോടെ മാത്രം ചെലവഴിക്കാൻ കഴിയുന്ന സർപ്ലസ് ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും സംഗമത്തിന് ഉപയോഗിച്ചിട്ടില്ല. ബോർഡിന്റെ വാർഷിക ബഡ്ജറ്റിൽ ശമ്പളം, പെൻഷൻ, മരാമത്ത് പ്രവർത്തികൾ എന്നിവയ്ക്കൊപ്പം മതസമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്നതിനായി തുക വകവരുത്താറുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. സംഗമത്തിനായി ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസറുടെ പേരിൽ ഒരു പ്രത്യേക സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചു. സ്പോൺസർമാരിൽ നിന്നുള്ള പണം ഈ അക്കൗണ്ടിൽ സ്വീകരിച്ചാണ് ചെലവുകൾ നടത്തുന്നത്. ബോർഡ് ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് സ്പോൺസർഷിപ്പിലൂടെ നികത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബോർഡിന്റെ ഈ വാദങ്ങൾ സാങ്കേതികമായി ശരിയാണെങ്കിൽ പോലും ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമായി ഒരു താൽക്കാലിക ക്രമീകരണത്തിന്റെ പേരിൽ ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചത് ഗുരുതരമായ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. ഈ വിഷയത്തിൽ CPM നേതാവ് K അനിൽകുമാർ ദേവസ്വം ബോർഡിനെ ശക്തമായി പിന്തുണച്ചു. അദ്ദേഹം ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ശബരിമലയിലെ അയ്യപ്പ സംഗമം ക്ഷേത്ര വികസനം സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു തീം ജനങ്ങളിലേക്ക് എത്തിച്ചു. തമിഴ്നാട്, മറ്റ് സംസ്ഥാനങ്ങൾ, വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ഈ ക്ഷേത്രത്തിന്റെ അംബാസിഡർമാരെ പോലെ പ്രവർത്തിക്കും. ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി നാളെ നേരിട്ട് സഹായം എത്തിക്കാൻ കഴിയുന്ന ബന്ധങ്ങളാണ് ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ
കഴിഞ്ഞ ഒരു പ്രവർത്തനമാണ്. ഇതിന്റെ മൂല്യം ഇപ്പോൾ കണക്കാക്കാനാവില്ല. അനിൽകുമാറിന്റെ ഈ ന്യായീകരണങ്ങൾ ദേവസ്വം ഫണ്ടിന്റെ ദുരുപയോഗം എന്ന പ്രധാന വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ലോകത്തിന്റെ പുരോഗതിക്കായി അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നല്ല കാര്യമാണെങ്കിൽ പോലും അതിനുവേണ്ടി ഭക്തരുടെ പണം ദൂർത്തടിച്ച് ആഡംബര സൗകര്യങ്ങൾ ഒരുക്കിയതും വിശ്വാസത്തിന്റെ ലാളിത്യത്തിന് നിരക്കാത്ത നടപടിയായി കണക്കാക്കപ്പെടുന്നു. ആഗോള അയ്യപ്പ സംഗമം അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നുവെന്ന് ദേവസ്വം ബോർഡും ഭരണ നേതൃത്വം അവകാശപ്പെടുമ്പോഴും പമ്പയിൽ നടത്തേണ്ട സംഗമത്തിന് കുമരകത്ത് ലക്ഷങ്ങൾ മുടക്കി താമസം ഒരുക്കിയതിലെ ധൂർത്തും ഹൈക്കോടതിക്ക് നൽകിയ വാക്ക് ലംഘിച്ച് ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചതിലെ നിയമപരമായ വീഴ്ചയും വലിയ ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നുണ്ട്. ആ VIP കൾ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനും ചെലവഴിച്ച തുകയുടെ വ്യക്തമായ കണക്കുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ അന്തിമ വിധി ദേവസ്വം ഫണ്ടിന്റെ സുതാര്യമായ വിനിയോഗത്തിൽ ഒരു നിർണായക നാഴികക്കല്ലായി മാറുമെന്നതിലും സംശയമില്ല.